ഇന്ന് ലൈസൻസ് കിട്ടുന്നവർ ഭാഗ്യമോ? ആരാ ഏറ്റവും നല്ല ഓടിക്കുന്നത്? ബാബാ. എന്താ പേര്? എന്താ മോളെ പേരെന്താ? ബാബാ. വണ്ടി എടുത്തു. സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം. ഇനി ഇൻസ്ട്രക്ഷൻ ഇല്ല, നേരെ നോക്കുക, ആവശ്യത്തിന് കണ്ണാടി നോക്കുക, വെച്ചെടുത്തോളുക. ടെൻഷനൊക്കെ വിട്, കൂളായിട്ടിരി, വളരെ കൂളായിട്ടിരുന്ന് ഓടിക്കും. രേഷ്മ, എങ്ങനെയുണ്ട് ടെസ്റ്റ് ഗ്രൗണ്ട്? നേരെ പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ നല്ല ഗ്രൗണ്ട് അല്ലേ? എല്ലാവർക്കും പാസ്സാവുന്നതല്ല ഉള്ളു, മിനിമം പഠിച്ചാൽ പാസ്സാവുന്നതേ ഉള്ളൂ, പേടിക്കേണ്ടതൊന്നുമില്ല. ഞങ്ങൾക്ക് വേഗം നല്ല ഇതായിട്ട് എടുക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോൺഫിഡൻസും വരുന്നുണ്ട് ഇവിടെ എടുക്കുന്നുണ്ട്. കട്ടിയുള്ള പരീക്ഷ ഉണ്ടാകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവർമാരെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും. എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുക. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം മോഡേൺ ആയിട്ടുള്ള ഈ സൗകര്യങ്ങൾ ഒരുക്കിയ ട്രാക്കിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പം നല്ല ഗ്രൗണ്ട് ആവട്ടെ, എല്ലാവരും ജയിക്കട്ടല്ലേ. അപ്പോൾ ഇന്ന് ടെസ്റ്റിന് വന്ന എല്ലാവർക്കും വിജയാശംസകൾ. നമ്മുടെ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം, മന്ത്രി വന്നതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മോഡേണൈസ് ചെയ്യണം. അത് ഈ കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. കാലത്തിന് അത് അങ്ങനെ മാറ്റം വരേണ്ട സമയമായിരിക്കുന്നു. ഏതാണ്ട് 89 മുതൽ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വന്നുകൊണ്ട് കുറച്ചുകൂടെ സൗകര്യപ്രദമായി, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതികൾ, പിന്നെ ടെസ്റ്റിങ്ങിനുള്ള മെത്തേഡുകൾ മാറ്റം, അതൊക്കെ ഒരു അനിവാര്യതയൊക്കെ. പേര് വിമറുടെ കൂടെ കാണാവോ? രണ്ടാങ്കിൾ കറക്റ്റാണോ? ഇനി ഇൻസ്ട്രക്ഷൻ ഇല്ല, നേരെ നോക്കുക, ആവശ്യത്തിന് കണ്ണാടി നോക്കുക, വെച്ചെടുത്തോളുക. ടെൻഷനൊക്കെ വിട്, കൂളായിട്ടിരി, വളരെ കൂളായിട്ടിരുന്ന് ഓടിക്കും. സ്റ്റാർട്ട്.